ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വിജയ തുടക്കം. UAE 9 വിക്കറ്റിന് തകർത്തു. 58 റൺസ് വിജയലക്ഷ്യം. 5-ാം ഓവറിൽ ഇന്ത്യ മറികടന്നു. കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. ജോയ്മോൻ ജോസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ജോയ്മോൻ, എന്തായാലും ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വിജയ തുടക്കമാണ്. UAE-യോടായിരുന്നു ആദ്യ മത്സരം. എങ്ങനെയാണ് ഇന്നത്തെ മത്സരം നടന്നത്? സ്വാതി, ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ ആധികാരികമായ ജയമാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ എ ഗ്രൂപ്പിൽ തന്നെ ഇന്ത്യയുടെ ആദ്യ മത്സരമായിരുന്നു, അതായത് ആതിഥേയരായ UAE-ക്കെതിരെ. ഇതിൽ തന്നെ ആയാലും മിന്നും പ്രകടനമാണ് ഇന്ത്യൻ ബോളിംഗ് നിരയും അതുപോലെ തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയും കാഴ്ചവെച്ചത്. അതായത് ചെറിയ സ്കോറിൽ 57 എന്ന ചെറിയ സ്കോറിൽ UAE എറിഞ്ഞൊതുക്കിയ ഇന്ത്യൻ ബോളർമാർ മറുപടി ബാറ്റിങ്ങിൽ, അതായത് 58 റൺസ് എന്ന വിജയ ലക്ഷ്യം അനായാസം മറികടക്കുകയായിരുന്നു. അതിൽ തന്നെയായാലും ആദ്യ പന്ത് മുതൽ വെടിക്കെട്ടിന് തിരികൊളുത്തിയ അഭിഷേക് ശർമ്മയുടെ പ്രകടനം എടുത്തു പറയേണ്ടത്. അതായത് 16 പന്തിൽ 30 റൺസ് എടുത്തുമായി ഇന്ത്യയെ ഒരു ജയത്തിനരികെ എത്തിച്ചാണ് അഭിഷേക് മടങ്ങിയത്. അതിൽ തന്നെയായാലും 3 സിക്സറുകളാണ് അഭിഷേക് അതിർത്തി കടത്തിയത്. അതായത് ആദ്യ പന്തും അതുപോലെ രണ്ടാം പന്തും ബൗണ്ടറി കടത്തിയാണ് അഭിഷേക് ശർമ്മ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് തുടക്കം കുറിച്ചത്. എങ്കിൽ തന്നെ പിന്നാലെ വന്ന ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും മികച്ച പ്രകടനം നടത്തി. അതായത് ശുഭ്മാൻ ഗിൽ 2 ബൗണ്ടറികളും അതുപോലെ ഒരു 6 അതിർത്തി കടത്തിയപ്പോൾ സൂര്യകുമാർ യാദവ് ഒരു 6-ഉം 2 ബൗണ്ടറിയും അതിർത്തി കടത്തി. അതായത് ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം, അതായത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഏഷ്യ കപ്പിൽ മികച്ച തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ആതിഥേയരായ UAE-യുടെ തട്ടകത്തിൽ അവരെ ഒരു ചെറിയ സ്കോർ, അതായത് ഇന്ത്യക്കെതിരെ ഒരു ടീം ഓൾ ഔട്ട് ആകുന്ന ഏറ്റവും ചെറിയ സ്കോറാണ് UAE ഇന്നത്തെ മത്സരത്തിൽ പുറത്തായത്. അതുപോലെ തന്നെ ഈ ചേസിംഗിൽ തന്നെയായാലും 58 റൺസ് വിജയലക്ഷ്യം 4.3 ബോളിലാണ് ഇന്ത്യ മറികടന്നത്. അത് തന്നെയായാലും ഇന്ത്യയുടെ ഒരു T20യിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ വിജയം കൂടിയാണ് സ്വാതി ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായത്. എങ്കിൽ തന്നെയായാലും ഇന്ത്യക്കായി കുൽദീപ് യാദവ് മികച്ച പ്രകടനം ബോളിംഗിൽ കാഴ്ചവെച്ചത്. അതായത് 4 വിക്കറ്റുകളാണ് കുൽദീപ് വീഴ്ത്തിയത്. അതിൽ തന്നെയായാലും ഒരു ഓവറിൽ 3 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപാണ് UAE-യുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയ ജസ്പ്രീത് ബുംറയും 1 വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ തന്നെ ശിവം ദൂബെ 3 വിക്കറ്റും അക്സർ പട്ടേലും 1 വിക്കറ്റ് വീതം സ്വന്തമാക്കിയിരുന്നു. സ്വാതി, ഇപ്പോൾ ഈ ഒരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആവേശവും അതുപോലെ തന്നെ ആത്മവിശ്വാസം നൽകും. അതായത് വരും മത്സരങ്ങളിൽ, അതായത് ഈ 9ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇക്കുറി ഇറങ്ങുന്നത്. അപ്പോൾ തന്നെയായാലും ഈ ഒരു സീസണിലൊരു മികച്ച തുടക്കം ഇന്ത്യക്ക് ലഭിച്ചു. അപ്പോൾ മുന്നോട്ടും ഈ ഒരു പ്രകടനം കാഴ്ചവെക്കാനാകും അത് ഇന്ത്യ ലക്ഷ്യമിടുക. അപ്പോൾ താരതമ്യേന പറയുവാണെങ്കിൽ 2 ഘട്ടത്തിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യ സുസജ്ജം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സ്വാതി, അപ്പോൾ അടുത്ത മത്സരത്തിൽ ഇന്ത്യയുടെ പ്രകടനം എത്രത്തോളമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച് ഏറെ ആകാംക്ഷയും ആവേശത്തോടും കൂടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സ്വാതി. ശരി ജോയ്ബോൻ, എന്തായാലും ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വിജയ തുടക്കമാണ്. ഈ ഒരു വിജയ തിളക്കം മുന്നോട്ടും പോകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ വിവരങ്ങളാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജോയ്മോൻ ജോസ് നൽകിയത്.